ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ HSA ഫിസിക്കൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും അതിന്റെ പഠനത്തിലാണെന്നറിയാം. അപ്പോൾ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് നടന്ന HSA ഫിസിക്കൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കുറച്ച് ചോദ്യങ്ങളും അതിന്റെ ആൻസേഴ്സും ആണ് നമ്മളിത് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ HSA ഫിസിക്കൽ സയൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറെ ആൾക്കാർ അയ്യോ ഭയങ്കര ടഫായിരിക്കും പരീക്ഷ, എന്തൊരു പാടാണ്, നമുക്കൊക്കെ പഠിച്ചാൽ എത്തുമോ, ഇനിയുള്ള സമയത്ത് പഠിച്ചാൽ എത്തുമോ എന്നൊക്കെ ഉള്ളത് എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രശ്നമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആവുന്ന സമയത്ത് അതിനകത്ത് ഒരു ബിലോ ആവറേജ് ക്വസ്റ്റ്യൻസും ആവറേജ് ക്വസ്റ്റ്യൻസും ഹൈ ലെവൽ ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ടാകും. അപ്പൊ നമ്മൾ പേടിക്കുന്ന പോലെ എല്ലാം നമുക്ക് കടിച്ചാൽ പൊട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. വളരെ വളരെ എളുപ്പമുള്ള, വളരെ നോർമൽ ആയിട്ട് ഒരു SCERT ലെവൽ അല്ലെങ്കിൽ 10th ലെവൽ അല്ലെങ്കിൽ 12th ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മുടെ HSA ഫിസിക്കൽ സയൻസിന്റെ ആദ്യത്തെ ക്ലാസ് എന്നുള്ള നിലയ്ക്ക്, ആദ്യത്തെ യൂട്യൂബ് ക്ലാസ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് നടന്ന ചോദ്യ പേപ്പറിലുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് തരുന്ന രീതിയിലുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. തുടർന്നുള്ള സെഷൻസിൽ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഹയർ ലെവലിലേക്ക് കടന്ന് ചെല്ലാം. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും ആൻസേഴ്സ് സ്വന്തമായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഇതായിരുന്നു, കാറ്റഗറി നമ്പർ ഇതായിരുന്നു 084-2018. 2018 ലാസ്റ്റ് ഒരു എക്സാം നമുക്ക് ഫിസിക്കൽ സയൻസിന് നടന്നത്. ആ ചോദ്യ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ, അതിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ എല്ലാവരും ആൻസേഴ്സ് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. ഒരു ലോറിക്കും ഒരു സൈക്കിളിനും ഒരേ ഗതികോർജ്ജമാണ് ഉള്ളത്. ഏതിനാണ് ആക്കം അല്ലെങ്കിൽ മൊമെന്റം കൂടുതൽ? ആക്കം അല്ലെങ്കിൽ മൊമെന്റം എന്താണെന്നുള്ളത് ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. കാരണം നിങ്ങൾ എല്ലാവരും ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ബേസിക് ആയിട്ട് എടുത്ത് പഠിച്ച ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് ആക്കം എന്ന് പറയുന്ന സാധനം എന്താണെന്ന് അറിയായിരിക്കും. എന്താണ് ആക്കം അല്ലെങ്കിൽ മൊമെന്റം? ചലിക്കുന്ന വസ്തുക്കളുടെ സവിശേഷതയാണ് ആക്കം അല്ലെങ്കിൽ മൊമെന്റം അല്ലെ. ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ വേണമെങ്കിൽ നമുക്ക് ആക്കം എന്ന് പറയാം. ആക്കത്തിന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. എന്താണത്? P = mv. P = mv എന്നുള്ളതാണ് ആക്കത്തിന്റെ ഇക്വേഷൻ അല്ലേടാ? ആണ്. ഇനി ഈ ആക്കവും ഗതികോർജവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആക്കവും ഗതികോർജവും തമ്മിൽ എന്താണ് ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ചലിക്കുന്ന വസ്തുക്കൾക്കുള്ള ഊർജമാണ് എന്ത് ഊർജം? ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി. നമ്മുടെ കൈനറ്റിക് എനർജി E= ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും, 12mv² എന്ന് പറയുന്ന ഇക്വേഷൻ അറിയായിരിക്കും അല്ലെ. കൈനറ്റിക് എനർജിയുടെ സമവാക്യം എന്താണ്? 12mv² ആണ്. മറ്റൊരു ഇക്വേഷൻ ഉണ്ടല്ലോ കൈനറ്റിക് എനർജിക്ക്, അതേത് ഇക്വേഷൻ ആണ്? E= p²/2m. p²/2m. അപ്പൊ കൈനറ്റിക് എനർജിക്ക് നമ്മൾ ഇവിടെ എടുക്കേണ്ട ഇക്വേഷൻ ഇതാണ്, p²/2m. അതിലുള്ള p എന്താണ്? p ആക്കമാണ് അല്ലെങ്കിൽ മൊമെന്റം ആണ്. അങ്ങനെയാണെങ്കിൽ p² ഈ p² ഇക്വേഷൻ എങ്ങനെ വരും? 2me എന്ന് വരും അല്ലെ. p² 2me. p എങ്ങനെ വരും ഇക്വേഷൻ? √2me. p ഇക്വേഷൻ എങ്ങനെ വരും? √2me എന്നാണ് p ഇക്വേഷൻ വരുന്നത്. ആണല്ലോടാ? ശരി, ഇത് നോക്കിക്കോ. ഒരു ലോറിക്കും ഒരു സൈക്കിളിനും ഒരേ ഗതികോർജമാണുള്ളത്. അതിന്റെ ഗതികോർജം സെയിം ആണ്. അതായത് E എന്ന് പറയുന്ന സാധനം സെയിം ആണ്, ഗതികോർജം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഗതികോർജം സെയിം ആണെങ്കിൽ അവിടെ ആക്കത്തെ സ്വാധീനിക്കുന്ന ഒരേ ഒരു ഘടകം എന്തായിരിക്കും? മാസ് ആയിരിക്കും അല്ലെ. ആക്കത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്തായിരിക്കും അവിടെ? മാസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗതികോർജം സെയിം ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മാസ് കൂടിയ ആൾക്കായിരിക്കില്ലേ കൂടുതൽ ആക്കം ഉണ്ടാവുക അല്ലെ, കൂടിയ ആക്കം ഉണ്ടാവുക. ഇവിടെ ആരൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? ഒരു ലോറിയും ഒരു സൈക്കിളുമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ലോറിക്കാണോ സൈക്കിളിനാണോ സ്വാഭാവികമായിട്ടും മാസ് കൂടുതൽ ആർക്കായിരിക്കും? പിണ്ഡം കൂടുതൽ ഉറപ്പായിട്ടും ലോറിക്കായിരിക്കില്ലേ അല്ലെ. അപ്പൊ മാസ് കൂടിയ ആൾക്കാണ് കൂടുതൽ ആക്കം ഉണ്ടാവുക. ഇവിടെ മാസ് കൂടിയ ആള് ലോറി ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ലോറിക്കായിരിക്കും ഇവിടെ കൂടുതൽ ആക്കം ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെ ഉള്ള ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കിത് പറയാം. രണ്ടാമത്തെ ചോദ്യം, ചന്ദ്രനിലെ പാലായന പ്രവേഗം അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ്? ഇതും ഒരു എളുപ്പമുള്ള ചോദ്യമാണ്. പക്ഷെ ഭയങ്കര വെപ്രാളത്തിലൊക്കെ നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് ചിലപ്പോൾ തെറ്റിപ്പോവും. എന്താ സംഭവം? എന്താണ് പാലായന പ്രവേഗം അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ നമ്മളൊരു കല്ലിനെ എടുത്ത് മേലോട്ട് എറിഞ്ഞു. ഈ കല്ല് തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വീഴുമല്ലോ അല്ലെ. അങ്ങനെ എസ്കേപ്പ് ആയി എവിടെയെങ്കിലും പോവാണ്ട് തിരിച്ച് ഭൂമിയിലോട്ട് തന്നെ വീഴും അല്ലെ. നമ്മൾ എന്തൊരു വസ്തുവിനെ എടുത്ത് മേലോട്ട് എറിഞ്ഞാലും താഴോട്ട് തന്നെ വീഴും. എന്താണ് ഇത് താഴോട്ട് തന്നെ വീഴാനുള്ള ഒരു കാരണം എന്താണ്? പറയൂ, താഴോട്ട് തന്നെ വീഴാനുള്ള ഒരു കാരണം എന്താണ്? ഭൂമി അതിനെ പിടിച്ച് വലിക്കുന്നതുകൊണ്ടാണല്ലോ.
ഭൂമി എല്ലാ വസ്തുക്കളെയും എന്ത് ചെയ്യുന്നുണ്ട്? ആകർഷിക്കുന്നുണ്ട് അല്ലെ? എല്ലാ വസ്തുക്കളെയും ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ആകർഷിക്കുന്നുണ്ട്. അപ്പൊ ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയം നമ്മുടെ ചുറ്റിനും ഉണ്ട് അല്ലെ? ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിന്റെ ഉള്ളിലാണ് എല്ലാ വസ്തുക്കളും, നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുക്കളും. അതുകൊണ്ടാണ് നമ്മൾ എന്തൊരു വസ്തുവിനെ മേലോട്ടിട്ടാലും അത് താഴോട്ട് തന്നെ വന്ന് വീഴുന്നത്. ഈ ഗുരുത്വാകർഷണ വലയത്തെ മറികടന്നുകൊണ്ട് ശാശ്വതമായിട്ട് ഭൂമിയുടെ പുറത്തേക്ക് ഒരു വസ്തു പോകണമെങ്കിൽ, നമ്മൾ റോക്കറ്റ് ഒക്കെ ലോഞ്ച് ചെയ്യാറില്ലേ, അതേപോലെ ശാശ്വതമായിട്ട് ഒരു വസ്തു ഭൂമിയുടെ പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ആ വസ്തുവിനെ എത്ര വെലോസിറ്റിയിൽ അല്ലെങ്കിൽ എത്ര പ്രവേഗത്തിലാണ് നമ്മൾ അതിനെ എറിയേണ്ടത്? ഓക്കെ, അപ്പോ ഒരു വസ്തു നമ്മൾ എറിയുന്ന സമയത്ത് അതിനെ എത്ര വെലോസിറ്റിയിൽ എറിഞ്ഞാലാണ് അത് ശാശ്വതമായിട്ട് നമ്മുടെ ഈ ഒരു ഭൂമി വിട്ട് പുറത്തേക്ക് പോകുള്ളൂ എന്ന് പറയുന്ന ആ ഒരു പ്രവേഗത്തിന് പറയുന്ന പേരാണ് പാലായന പ്രവേഗം അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി. പാലായന പ്രവേഗം അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി. ഓക്കെ, അപ്പോ ചന്ദ്രനിലെ പാലായന പ്രവേഗം എത്രയാണെടാ? ചന്ദ്രനിലെ പാലായന പ്രവേഗം എന്ന് പറയുന്നത് 2.38 km/s ആണ്. എന്താണ് ഞാനിവിടെ ഇത് ചിലപ്പോൾ വെപ്രാളം പിടിച്ച് എഴുതി തെറ്റിപ്പോവാൻ സാധ്യതയുണ്ടെന്ന് പറയാനുള്ള കാരണം, ഭൂമിയുടെ പാലായന പ്രവേഗം 11.2 km/s ആണ്. അതാണ് ഇതാ ഫസ്റ്റ് ഓപ്ഷനിൽ കിടക്കുന്നത്. കണ്ടോ? അത് പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ഭൂമിയാണ് ക്വസ്റ്റ്യൻ എന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ അത് എഴുതാനുള്ള സാധ്യതയുണ്ട്. ക്വസ്റ്റ്യനിൽ ഭൂമി അല്ല ചോദിച്ചിരിക്കുന്നത്, ചന്ദ്രനിലെ പാലായന പ്രവേഗമാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിന് ശാശ്വതമായിട്ട് പുറത്ത് കടക്കാൻ വേണ്ട പാലായന പ്രവേഗം എത്രയാണ്? അത് ഈ പറയുന്ന 11.2 km/s ആണ്. ഒരു വസ്തുവിനെ 11.2 km/s പ്രവേഗത്തിൽ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു വരത്തില്ല. അത് എങ്ങോട്ട് പോകും? എസ്കേപ്പ് ആയി പുറത്തോട്ട് പോകും. ഇതേപോലെ ചന്ദ്രനിലും ഒരു പാലായന പ്രവേഗമുണ്ട്. ചന്ദ്രനിൽ നിന്ന് ഒരു വസ്തുവിന് ശാശ്വതമായിട്ട് പുറത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ 2.38 km/s പ്രവേഗത്തിലാണ് അതിനെ എറിയേണ്ടത്. എങ്കിലാണ് എന്ത് ചെയ്യുള്ളൂ? അത് പുറത്തേക്ക് പോവുള്ളൂ. ഓക്കെ അല്ലേ? ഈ 2.38 പകരമായിട്ട് 2.4 km/s എന്നും ഒക്കെ നമ്മുടെ ബുക്സിൽ കാണാറുണ്ട്. അപ്പൊ എങ്ങനെ വന്നാലും അത് ശരി തന്നെയാണ്. പിന്നെ ആ എസ്കേപ്പ് വെലോസിറ്റിയുടെ യൂണിറ്റ് ശ്രദ്ധിച്ചോളണേ. km/s ആണ്. km/h അല്ല, m/s അല്ല, km/s ആണ്. ഓക്കെ അല്ലടാ? നെക്സ്റ്റ് നോക്കാം. 480 ഹെഡ്സ് 482 ഹെഡ്സ് ഉള്ള 2 ട്യൂണിംഗ് ഫോർക്കുകൾ ഒരേ സമയത്ത് കമ്പനാവസ്ഥയിൽ ആയാൽ അവിടെ ഉണ്ടാകുന്ന ബീറ്റിന്റെ ആവൃത്തി എത്രയാണ്? ഇതൊരു +2 ലെവലിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതും നിങ്ങൾക്ക് ഒരു +2 ലെവലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഓർമ്മയുള്ളവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ബീറ്റ് എന്ന് പറയുന്നത്? ബീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ തരംഗങ്ങൾ, ഒന്നിൽ കൂടുതൽ ശബ്ദ തരംഗങ്ങളെ നമ്മൾ ഒരുമിച്ച് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത്, അവ തമ്മിൽ കൂടിച്ചേരുന്ന സമയത്താണ് ബീറ്റുകൾ ഉണ്ടാകുന്നത്. ഓക്കെ, ബീറ്റുകൾ ഉണ്ടാകുന്നത്. ഒന്നിൽ കൂടുതൽ തരംഗങ്ങൾ കൂടിച്ചേരുന്ന സമയത്താണ് എന്തുണ്ടാകുന്നത്? ബീറ്റുകൾ. ആവൃത്തിയിൽ ആ ഒരു പല പല ഇതിൽ വരുന്ന ബീറ്റ്സ് ഉണ്ടാകുന്ന എന്താണ്? ബീറ്റ്സ് ഉണ്ടാകുന്നത് ഒന്നിൽ കൂടുതൽ ശബ്ദ തരംഗങ്ങൾ കൂടിച്ചേരുന്ന സമയത്താണ്. അപ്പൊ ഈ ബീറ്റിന്റെ ആവൃത്തി എങ്ങനെ കണ്ടുപിടിക്കും? ബീറ്റിന്റെ ആവൃത്തി എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രീക്വൻസി ഓഫ് ബീറ്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കണം, ഏതൊക്കെ തരംഗങ്ങളെയാണോ നമ്മൾ കൂട്ടിച്ചേർത്തത് ആ തരംഗങ്ങളുടെ ഡിഫറൻസ് എടുത്താൽ മതി. ആ തരംഗങ്ങളുടെ ഫ്രീക്വൻസിയുടെ വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബീറ്റിന്റെ ഫ്രീക്വൻസി കിട്ടും. മനസ്സിലായോ? അതായത് ഇപ്പം 480 ഹെഡ്സും 482 ഹെഡ്സും ഉള്ള 2 തരംഗങ്ങൾ അല്ലെ, രണ്ട് ട്യൂണിംഗ് ഫോർക്കുകൾ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യും, കമ്പനാക്കുന്ന സമയത്ത് അതിൽ നിന്ന് സൗണ്ട് പുറത്തോട്ട് വരുമല്ലോ. ഒന്നിൻ്റെത് 480 ഹെഡ്സ് ആണ്, മറ്റേത് 482 ഹെഡ്സ് ആണ്. അപ്പൊ ഇതിനെ ഈ രണ്ടെണ്ണവും ചേർന്നുണ്ടാകുന്ന ആ ഒരു ബീറ്റിന്റെ ആവൃത്തി എത്രയാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ 2 ഫ്രീക്വൻസിയുടെയും ഡിഫറൻസ് എടുത്താൽ മതി. ഡിഫറൻസ് എങ്ങനെ എടുക്കും? 482 ഹെഡ്സ് മൈനസ് 480 ഹെഡ്സ് എത്രയാണടാ വരുന്നത്? 2 ഹെഡ്സ് അല്ലെ? 2 ഹെഡ്സ് അല്ലേ വരുന്നത്? അപ്പൊ നമ്മുടെ ബീറ്റിന്റെ ഫ്രീക്വൻസി എത്രയായിരിക്കും? 2 ഹെഡ്സ് ആയിരിക്കും ബീറ്റിന്റെ ഫ്രീക്വൻസി. 2 ഹെഡ്സ് ആയിരിക്കും ബീറ്റിന്റെ ഫ്രീക്വൻസി. ഓപ്ഷൻ എ ആണ് ആൻസർ. 2 ഹെഡ്സ് ആയിരിക്കും ബീറ്റിന്റെ ഫ്രീക്വൻസി. ക്ലിയർ? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, സെന്റിഗ്രേഡ് സ്കെയിലിൽ 50 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിലിലെ അളവ് എത്രയാണ്? ഇപ്പൊ സെന്റിഗ്രേഡ് അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാലും ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാലും താപനിലയുടെ സ്കെയിലുകളാണ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ സ്കെയിലുകളാണ് അല്ലെ? പിന്നെ കെൽവിൻ എന്ന് പറഞ്ഞിട്ട് വേറൊരെണ്ണം ഉണ്ട്, നമുക്കറിയാം, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ സെന്റിഗ്രേഡ് സ്കെയിൽ അല്ലെങ്കിൽ സെൽഷ്യസ് സ്കെയിലും ഉണ്ട്, ഫാരൻഹീറ്റ് സ്കെയിലും ഉണ്ട്. സെന്റിഗ്രേഡ് സ്കെയിൽ അല്ലെങ്കിൽ സെൽഷ്യസ് സ്കെയിലിൽ 50 ഡിഗ്രി സെൽഷ്യസിന് തുല്യമായിട്ടുള്ള ഫാരൻഹീറ്റിലെ അളവാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ?
അതിനൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ സെൽഷ്യസിനെയും ഫാരൻഹീറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താണത്? നിങ്ങൾക്ക് അറിയാമോ? അത് സെൽഷ്യസ് ഇസ് ഈക്വൽ ടു F-32 into 5/9. Celsius is equal to F-32 into 5/9. ഇതാണ് സെൽഷ്യസും ഫാരൻഹീറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ. ഫാരൻഹീറ്റിൽ ഒരു വാല്യൂ തന്നിട്ട് അതിനെ സെൽഷ്യസിലോട്ട് ആക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? F-32, F എന്ന് പറഞ്ഞ ഫാരൻഹീറ്റിലുള്ള ആ തന്നിരിക്കുന്ന മൂല്യം -32 ഇൻറ്റു 5/9 ചെയ്താൽ സെൽഷ്യസിലുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഇനി സെൽഷ്യസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്, അതിനെ ഫാരൻഹീറ്റിലോട്ട് മാറ്റണം അല്ലെ. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് F is equal to എന്നാക്കണമല്ലോ. അപ്പൊ എങ്ങനെ വരും? F is equal to ഈ 5/9 മറുവശത്തോട്ട് പോകുമ്പോ എന്താവും? 9/5 ആവും അല്ലെ. 9/5C -32 അപ്പുറത്ത് പോകുമ്പോ +32 ആകും. അപ്പൊ 9/5C +32. ഇതാണ് നമ്മുടെ ഫാരൻഹീറ്റും സെൽഷ്യസും തമ്മിലുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ റിലേഷൻ. ഇതാണ് 9/5C +32. 9/5C +32. നോക്കിക്കേ, എന്താണ് ആൻസർ വരിക? നമുക്ക് നോക്കാം, ചെയ്തു നോക്കാം. F is equal to 9/5 into C എത്രയാണ്? സെൽഷ്യസ് എത്രയാണ് തന്നിരിക്കുന്നത്? 50 അല്ലെ. 50 അല്ലേ സെൽഷ്യസ് തന്നിരിക്കുന്നത്? 50 ആണ് തന്നിരിക്കുന്നത് അല്ലെ. 50 പ്ലസ് എത്ര? 32 +32 അല്ലെ. നമുക്ക് ചെയ്തു നോക്കാം. 5ഉം 50ഉം കൂടി വെട്ടിക്കളയാലോ. എത്ര? 10 എന്ന് വരും അല്ലെ. അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ വരും? 90 + 32. 90 + 32 എന്ന് വരും. 90 + 32 എത്രയാണ്? 122 അല്ലെ. 122 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും 50 ഡിഗ്രി സെൽഷ്യസിന് സമാനമായിട്ടുള്ള ഫാരൻഹീറ്റിലെ അളവെന്ന് പറയുന്നത്. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ്. 122 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 122 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാലോ നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ആരാണ്? എന്താണ് റേഡിയോ ആക്ടിവിറ്റി? ഇപ്പൊ ചില മൂലകങ്ങള്, സ്ഥിരതയില്ലാത്ത ചില മൂലകങ്ങൾ റേഡിയേഷൻസിനെ, വികിരണങ്ങളെ ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ വികിരണങ്ങളെ, ഒരു ആറ്റം വികിരണങ്ങളെ ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് റേഡിയോ ആക്ടിവിറ്റി. പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് ചില മൂലകങ്ങളുണ്ട്, അവർക്ക് ഇങ്ങനെ റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ട് റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന മൂലകങ്ങളുണ്ട്. ഇനി അതല്ലാതെ നമ്മൾ കൃത്രിമമായിട്ട് ഈ പറയുന്ന വികിരണങ്ങളെ എമിറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുമുണ്ട്. ഓക്കെ, ഇതിൽ നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി അല്ലെങ്കിൽ സ്വാഭാവികമായ റേഡിയോ ആക്റ്റീവത കണ്ടുപിടിച്ചത് ആരെന്നാണ് ചോദ്യം. ആരാണത്? അത് ഹെൻറി ബെക്കറൽ ആണ്. ഹെൻറി ബെക്കറൽ. ഓക്കെ, ഹെൻറി ബെക്കറൽ. റേഡിയോ ആക്ടിവിറ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര് തന്നെയാണ്? ഈ പറയുന്ന ഹെൻറി ബെക്കറൽ ആണ് റേഡിയോ ആക്ടിവിറ്റിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ചോദിച്ചാൽ അത് BQ ആണ് കേട്ടോ. BQ ആണ്, അല്ലെങ്കിൽ ബെക്കറൽ ആണ് റേഡിയോ ആക്ടിവിറ്റിയുടെ ഒരു യൂണിറ്റ്. ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട്, അതിലൊരു യൂണിറ്റ് BQ, ബെക്കറൽ ആണ്. ഓക്കെ അല്ലേ? റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ഹെൻറി ബെക്കറൽ. റേഡിയോ ആക്ടിവിറ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ഹെൻറി ബെക്കറൽ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഗ്ലാസിനെ ലയിപ്പിക്കുന്ന ആസിഡ് ഏതാണ്? ഗ്ലാസിനെ ലയിപ്പിക്കുന്ന ആസിഡ് വളരെ സിമ്പിൾ ആയിട്ട് നോർമലി ഒരു PSC എക്സാമിന് ഒരു 10ാം ക്ലാസ് ലെവലിലും LGS ലെവലിലും ഒക്കെയുള്ള PSC പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു പോയിന്റ് ആണിത്. ഗ്ലാസിനെ ലയിപ്പിക്കുന്ന ആസിഡ് ഏതാന്നുള്ളത്. ഏതാണ്? ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, HF. ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആണ് ഗ്ലാസിനെ ലയിപ്പിക്കാൻ ശേഷിയുള്ള ആസിഡ്. ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആണ്, HF ആണ്. HF. ഓക്കെ, HF. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഉത്പതനത്തിന് വിധേയമാകുന്ന പദാർത്ഥം ഏതാണ്? ഉത്പതനത്തിന് വിധേയമാകുന്ന പദാർത്ഥം എന്താണ്? ഉത്പതനം, സബ്ലിമേഷൻ അല്ലെ. ഉത്പതനം എന്ന് പറഞ്ഞാൽ സബ്ലിമേഷൻ ആണ്. ഉത്പതനത്തിന് വിധേയമാകുന്ന പദാർത്ഥം എന്താണ് ഉത്പതനം? ഇപ്പൊ സാധാരണയായിട്ട് നമ്മൾ വെള്ളം ചൂടാക്കി എന്ന് വിചാരിക്കൂ. ഈ വെള്ളം ചൂടാക്കിയാൽ അത് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകും അല്ലെ. നമ്മൾ ഐസിനെ, ഇപ്പൊ നമ്മുടെ ഫ്രീസറിൽ കുറച്ച് ഐസ് ഇരിപ്പുണ്ട്, ആ ഐസിനെ എടുത്ത് ഞാൻ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഐസ് വെള്ളമായിട്ട് മാറും. ആ വെള്ളത്തെ ഞാൻ ചൂടാക്കുമ്പോൾ അത് വാതകാവസ്ഥയിലേക്ക് പോകും. ഇപ്പൊ നോർമലി ഒരു ദ്രാവകമാണ് വാതകാവസ്ഥയിലേക്ക് നോർമലി പോവുക അല്ലെ. ദ്രാവകമാണ് വാതകാവസ്ഥയിലേക്ക് നോർമലായിട്ട് പോകുന്നത്, ശരിയല്ലേ? ഇപ്പൊ ഐസ് എടുത്തു, ഐസ് ഉരുകി എന്തായിട്ട് മാറി? വെള്ളമായിട്ട് മാറി. ആ വെള്ളം നീരാവിയായിട്ട് മാറി, ശരിയല്ലേ? ആ വെള്ളം നീരാവിയായിട്ട് മാറി, ശരിയാണല്ലോ? ഓക്കെ, അപ്പൊ ശരി, നോക്കിക്കോണേ. ഇവിടെ ദ്രാവകം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടാണ് ഖരപദാർത്ഥം ഏതവസ്ഥയിലോട്ട് മാറിയത്? വാതകാവസ്ഥയിലോട്ട് മാറിയത്.
ഇങ്ങനെ അല്ലാതെ ഒരു ഖരപദാർത്ഥം നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പതനം. ഒരു ഖരപദാർത്ഥം നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പതനം. ഈ ക്യാംഫർ ഇല്ലേ, നമ്മുടെ കർപ്പൂരം, ആലോചിച്ച് നോക്കൂ. കർപ്പൂരം ചൂടാക്കിയാൽ നേരിട്ട് വാതകാവസ്ഥയിലേക്കാണ് പോകുന്നത് അല്ലെ, അത് ദ്രാവകാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നില്ലല്ലോ, ഇല്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് പാറ്റാ ഗുളിക, കർപ്പൂരം, പാറ്റാ ഗുളിക. അമോണിയം ക്ലോറൈഡ് ഉത്പന്നത്തിന് വിധേയമാകുന്ന ഒരു പദാർത്ഥമാണ് ഏത്? അമോണിയം ക്ലോറൈഡ്. ഓക്കെ, അപ്പോ ഈ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഉത്പന്നത്തിന് വിധേയമാകുന്ന പദാർത്ഥം ഏതായിരിക്കും? നാഫ്തലീൻ ആണ് അല്ലെ, നാഫ്തലീൻ ആണ്. ഓക്കെ, നാഫ്തലീൻ ആണ്. അപ്പൊ നാഫ്തലീൻ, ക്യാംഫർ അല്ലെങ്കിൽ കർപ്പൂരം, അമോണിയം ക്ലോറൈഡ്, ഈ സാധനങ്ങളൊക്കെ ഉത്പന്നത്തിന് വിധേയമാകുന്ന വസ്തുക്കൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിമന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കുന്നതിന് സിമന്റ് നിർമ്മാണ സമയത്ത് ചേർക്കുന്ന സംയുക്തം ഏതാണ്? ഇതും ഒരു കേരള PSC നോർമൽ ഒരു എക്സാമിന്റെ ലെവലിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കുന്നതിന് സിമന്റ് നിർമ്മാണ സമയത്ത് ചേർക്കുന്ന സംയുക്തം ഏതാണെടാ? ജിപ്സം ആണ് കേട്ടോ. ജിപ്സം ഏതാണ്? ജിപ്സം. ഓക്കെ, ജിപ്സം എന്തിന്റെ സംയുക്തമാണ് എന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ജിപ്സം എന്തിന്റെ, ഏത് മൂലകത്തിന്റെ സംയുക്തമാണ് ജിപ്സം എന്ന് ചോദിച്ചാൽ കാൽഷ്യത്തിൻ്റെതാണ്. CaSO4 2H2O എന്നുള്ളതാണ് ജിപ്സത്തിന്റെ രാസസൂത്രം. CaSO4 2H2O. അതായത് ജിപ്സം എന്ന് പറഞ്ഞാൽ കാൽഷ്യം സൾഫേറ്റ് ആണ്. കാൽഷ്യം സൾഫേറ്റ് 2H2O എന്നുള്ളതാണ് ആരെന്ന് പറയുന്നത്? ജിപ്സം എന്ന് പറയുന്നത്. ഓക്കെ, CaSO4 2H2O ആണ് ആരെന്ന് പറയുന്നത്? ജിപ്സം എന്ന് പറയുന്നത്. അപ്പം സിമന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ സിമന്റ് നിർമ്മാണ സമയത്ത് ചേർക്കുന്നത് ഏതാണ്? ജിപ്സം ആണ്. ഓക്കെ, ജിപ്സം ആണ്. യെസ്, അപ്പൊ നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. കഴിഞ്ഞ HSAയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഈ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് HSA ഫിസിക്കൽ സയൻസ് എന്നുള്ള ആ ഒരു ഇതിനോടുള്ള കുറച്ച് പേടിയൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. മാക്സിമം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യത്തിനകത്ത് എത്ര എണ്ണം കറക്റ്റ് ആക്കാൻ പറ്റി എന്നുള്ളത് നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ കൂടുതൽ അടുത്തടുത്ത ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് എന്ത് ചെയ്യാം, മുന്നോട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ സൈലത്തിൽ HSA ഫിസിക്കൽ സയൻസിന്റെ 2ാമത്തെ ബാച്ചും സക്സസ്ഫുള്ളി റണ്ണിംഗ് ആണ്. നിങ്ങൾക്ക് പഠിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ സൈലത്തിലെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. താങ്ക്